വലിയ വീട്, പുത്തൻ കാറ്. എന്റെ മോന്റെ കല്യാണമാണേ ഒരാഴ്ച കഴിഞ്ഞിട്ട്. അപ്പൊ പെണ്ണിന്റെ വീട്ടുകാർക്ക് ഒരേ നിർബന്ധം, പുതിയ കാറും പുതിയ വീടും ഒക്കെ വേണമെന്ന്. ഒന്നും നോക്കില്ല, അവരുടെ തന്നെ പൈസ മേടിച്ചെല്ലാം അങ്ങ് സെറ്റപ്പ് ചെയ്തു. പറഞ്ഞിട്ട് കാര്യമില്ല, പെണ്ണങ്ങ് കൊമ്പത്തെ വീട്ടിലെ. സത്യം പറഞ്ഞ അമ്പിളിയമ്മാവും പോലും ഒരു പടി താഴെ നിൽക്കൂ. എന്ന് വെച്ചാൽ ഭൂമിയിലോട്ട് കാല് തൊടാത്ത പെണ്ണ്. ആ പെണ്ണിന് കാറ് തന്നെ വേണം. ഞാൻ വിചാരിച്ചു ആയിക്കോട്ടെ എന്ന്. 2-3 ആൾക്കാരും കൂടെ പുതിയ കാറ് മേടിച്ച് അറിയാനുണ്ട്. പ്ലീസ്. ഹലോ ജലജാമണി, എന്തെടുക്കുവാടി? മോന്റെ കല്യാണമൊക്കെ അറിഞ്ഞല്ലേ അല്ലയോ? എടി ഞങ്ങള് പുതിയൊരു കാറ് മേടിച്ച് കേട്ടോ. എന്താ എത്ര നീട്ടോന്നോ? ഇച്ചിരി വലിയ കാർ, അതുകൊണ്ടാ. അയ്യോ ഞാൻ പൊങ്ങച്ചൻ പറയും, നിനക്കറിയാലോ എന്റെ സ്വഭാവം, ഞാൻ പൊങ്ങച്ചൻ പറയത്തേ ഇല്ല. ഈ നാട്ടിൽ ഇതുപോലൊരു കാറില്ലടി. അയ്യോ ഇതിനകത്തോട്ട് കയറി ഇരുന്നിട്ട് അതിനകത്തൊരു ബട്ടൺ ഞെക്കും മോനെ, അന്നേരം എന്തോ തണുപ്പാന്നറിയോ. AC എന്നതിന്റെ പേര്. അതെ 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 അതെ. പിന്നെ പണ്ടത്തെ കാറ് പോലും നമ്മൾ ഈ ഗ്ലാസ് ഇങ്ങനെ കറക്കി 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 അല്ല താഴ്ത്തുന്നത്. അതും ഒരു ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ ഒറ്റ വലിക്ക് നാരങ്ങ വെള്ളം സ്ലോ വെച്ച് കുടിക്കുന്ന പോലെ അങ്ങ് താന്നങ്ങ് പോകും. പിന്നെ കല്യാണത്തിന് പറഞ്ഞേ, ഒരാഴ്ച മുന്നേ തന്നെ കല്യാണത്തിന് വന്നേക്കണം. പിന്നെ പിള്ളേരോട് പ്രത്യേകം പറയണം, കാറിന്റെ ചുറ്റും കിടന്ന് ഓടരുത്. ഞങ്ങൾ വഴക്ക് പറയുന്നങ്ങ് പറഞ്ഞേക്കണം. ശരി, ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. അവിടെ മനസ്സമാധാനങ്ങൾ എന്തൊരു ആശ്വാസം. ഇവമ്മേ ഇന്ന് എന്റെ കുഞ്ഞിന്റെ കല്യാണം മുടങ്ങും. എന്റെ കുഞ്ഞിന്റെ കല്യാണം ഇങ്ങനെ മുടക്കുന്നോണ്ട് നാരായണമൊഴിയിലെ വിശംഭ്രമം വരുന്നു. എന്തോ ഇനി വരി ഒരാഴ്ച ഉണ്ടല്ലോ സമയം പറഞ്ഞത്. വന്ന സ്ഥിതിക്ക് അമ്മാവൻ കുറച്ച് റെസ്റ്റ് ചെയ്യേ. താഴത്തെ നിലയിലെ ആ വലത്തെ അറ്റത്തെ റൂം എടുത്തു. അതാകുമ്പോ നല്ല വെട്ടവും വെളിച്ചൊക്കെ കയറും. ജനല് തുറന്നു തൊട്ടപ്പുറത്ത് മതിലല്ലയോ, അത് അട്ട പോത്തെ ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കും. അങ്ങനെ നോക്കുന്നത് ഞാൻ ഇങ്ങനെ അതിശിച്ചു. നമ്മൾ 2 കാലം കൊണ്ട് നടക്കുമ്പോ തട്ടി വീഴത്തില്ലല്ലോ. ഈ പുല്ല് ഇത്രയും കാലം കൊണ്ട് പോകുമ്പോ തട്ടി വീഴത്തില്ലേ ഈ അട്ട? അല്ലേ പറഞ്ഞ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ ഈ ചെറുക്കനാ. വന്നാട്ടെ നിന്റെ കുറവും കൂടെ ഇവിടെ ഉണ്ടാകുന്നത്. വന്നാട്ടെ. എടാ എത്ര ദിവസം കൊണ്ട് ഞാൻ നിന്നെ വിളിക്കുക. എത്ര ദിവസം കൊണ്ട് ഈ മിറ്റമൊക്കെ കിടക്കുന്ന കണ്ടോ? ഒന്ന് കണ്ടറിഞ്ഞ് കിടക്കുന്ന കണ്ടോ? ഒന്ന് കണ്ടറിഞ്ഞ് ചെയ്യണ്ടായോടാ ഇതൊക്കെ. ഞാനിങ്ങ് വന്നില്ലേ ഇങ്ങോട്ട് ചൊറിയാനാണോ പറഞ്ഞേ? നീ എന്നെ ചൊറിയാതെ ഈ മിറ്റം കിടക്കുന്ന കണ്ടോ? കാഴ്ചയേ ഉള്ളൂ. ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കാം. മിറ്റത്തോട്ട് ഇറങ്ങാൻ വയ്യ. വൃത്തികേട് കമ്മ്യൂണിസ്റ്റ് വച്ച വരച്ച് തോരം വെച്ച് തിന്നോണ്ടിരുന്ന ആളാ. എന്തുവാ? അല്ല ചൊറുതനൊക്കെ ഉള്ളതുകൊണ്ട് നല്ലപോലെ ചൊറിയുമെന്ന് പറഞ്ഞതാ. അതാണ് എല്ലാം വൃത്തിയാക്കണം. കല്യാണത്തിന് ആൾക്കാർ വരുമ്പോ ഇവിടെ നീറ്റ് ആൻഡ് ക്ലിയർ ആയിരിക്കണം. ഒരു കാര്യം നീ പുറകെ അങ്ങ് ചെത്തിക്കോ. പുറകെ ചെത്തിയാ ഭിത്തിയെ തറച്ചു വെച്ചേക്കുന്ന ദാരിശില്പം പോലെ പരന്നിരിക്കും ചേച്ചി. എന്റെ പുറകെ ചെത്താനാണോ പറഞ്ഞത്? എടാ വീടിന്റെ പുറകെ അങ്ങ് ചെത്തണം. ഒന്നും പേടിക്കണ്ട, എല്ലാം ഒറ്റ മണിക്കൂർ കൊണ്ട് റെഡിയാക്കാം. അല്ലടാ ദാസാ, നീ കൂലിയുടെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. അതൊക്കെ എന്താ പറയാനാ ചേച്ചി, നമ്മൾ അപ്പുറം ഇപ്പുറം കിടക്കുന്നവരല്ലേ. അല്ല നമ്മൾ അപ്പുറം ഇപ്പുറം അയൽവാസികളല്ലേ. നമ്മള് അങ്ങനെ പറയാൻ പറ്റുമോ? ചേച്ചി എന്തോ തന്നാലും ഞാൻ സ്വീകരിക്കും. ആണോ? പണി കഴിഞ്ഞ് പോകുമ്പോ ഒരു ബൊക്ക അങ്ങ് സ്വീകരിക്കാവോ? എന്നിട്ട് ഞാനിവിടെ ഒരു പ്രസംഗം നടത്താം, മതിയോ? 1500 രൂപ ശമ്പളം തരണം. പണി കഴിയുമ്പോ പടക്കെന്ന് കയ്യിലോട്ട് നോക്കുമ്പോ ഗാന്ധിജി എന്നെ നോക്കി ചിരിക്കണം. 1500 രൂപയോ? 1500 രൂപ. എടാ ഈ മുറ്റത്തെ 2 പുല്ല് പറിച്ച് കളയുന്നതിന് 1500 രൂപയോ? ഈ പുരികത്തുനിന്ന് 2 രോമം പറിച്ച് കളയുന്നതിന് 2500 3500 അത് നൂല് ഉപയോഗിച്ച് പറിക്കുന്നതിന്. അവൻ പിടിച്ചോ നേലത്ത് നിന്ന് കരിഞ്ഞു തുടങ്ങി പണിയെടുത്താൽ 1500 രൂപ ചോദിച്ചാൽ തരാനില്ല. ബ്യൂട്ടി പാർലറിൽ കേറി ഇറങ്ങി നടക്കുന്ന ആളെന്ന് കണ്ടാലേ എന്തായി കിടക്കുന്നേ? കാശുള്ളവരുടെ മുറ്റത്ത് അങ്ങനെ വലതും കിടക്കും. അപ്പൊ നിനക്കറിയാം കാശുള്ളവരുടെ മുറ്റത്ത് അങ്ങനെ വലതും കിടക്കുമെന്ന്. കാശുള്ളതാണ് കഴിഞ്ഞ ദിവസം കെട്ടിയാനെ പിടിച്ച് മുറ്റത്ത് കിടത്തിയത്. അത് ചൂടായ കാരണം കെട്ടിയത്. ഇത്രയും വലിയ വീട് വെച്ചിട്ട് AC ഒന്നും ഇല്ല, ചൂടാന്നു. അതുകൊണ്ടല്ലെന്ന് എന്നെ കയറി ചൊറിയാൻ വന്ന് ഞാൻ ചൂടായി എടുത്ത് വെളി കളഞ്ഞു.